MBBS എന്ന് പറയുന്ന ഡിഗ്രി നഷ്ടപ്പെട്ടു പോകും എന്ന് പേടിച്ചിട്ടാണ് സുഹൃത്തുക്കൾ അങ്ങനെ ചെയ്തത്. പക്ഷേ പിന്നീട് ഞാൻ മെഡിസിൻ പഠിക്കുമ്പോൾ തന്നെ ഫൈനൽ ഇയറിലാണ് ഞാൻ കോർപ്പറേഷൻ കൗൺസിലർ ആകുന്നത്. ചരിത്രത്തിൽ ഒരു കോർപ്പറേഷൻ കൗൺസിലർ അതേസമയം തന്നെ മെഡിക്കൽ വിദ്യാർത്ഥിയാകുന്നത് ആദ്യമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ സജീവമായി എല്ലാ സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും പിന്തുണ ഈ കാര്യങ്ങളിലൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ എനിക്ക് പിന്നീട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത്. സാമൂഹ്യ സേവനവും വളരെയധികം പവിത്രമായ കർമ്മമാണ്. പക്ഷെ അതിനേക്കാളും ഒരുകൂടി മുന്നിലാണ് എന്ന് തോന്നുന്നു അതൊരു സേവനം. അപ്പോഴേ ആ രംഗത്ത് ഒരു ഡിഗ്രി എടുത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് ആ രംഗത്ത് പൂർണ്ണമായി മാറി സജീവ രാഷ്ട്രീയത്തിലും വാഹനത്തിലൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യാൻ കാരണം? ഇത് രണ്ടും ഏകദേശം ഒരു തുല്യ പ്രാധാന്യമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. 24 hours വർക്ക് ചെയ്യുന്ന രണ്ട് പ്രൊഫഷനാണ്, ഒന്ന് രാഷ്ട്രീയം, ഒന്ന് ഡോക്ടർ. മറ്റേനൊക്കെ ടൈം വെക്കാം നമുക്ക്. വക്കീലാണെങ്കിൽ നമുക്ക് പറയാം ഞാൻ രാവിലെ വൈകുന്നേരത്തിന് ശേഷം കക്ഷികളെ കാണൂല എന്ന് പറയാം. അതുപോലെ തന്നെ MBA ആണെങ്കിലും എല്ലാവർക്കും ഒരു ടൈം ഫിക്സ് ചെയ്യാൻ പറ്റും. പക്ഷെ ഡോക്ടർക്കും രാഷ്ട്രീയക്കാരനും ടൈം ഫിക്സ് ചെയ്യാൻ പറ്റില്ല. കാരണം 2 മണിക്ക് വന്ന് മുട്ടിയാലും ഡോക്ടർ എണീക്കണം. രാഷ്ട്രീയക്കാരനും ഇപ്പം സാഹിത്യകാരന്മാരൊക്കെ പറയും രാഷ്ട്രീയക്കാരനെ പറ്റി ഭയങ്കരമായിട്ട് മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാലും ഏതൊരു സാധാരണക്കാരനും പിന്നെയും ചെന്ന് മുട്ടാനുള്ളത് ഈ രാഷ്ട്രീയക്കാരൻ്റെ വീട്ടിൽ തന്നെയാണ്. അവന് 2 മണിക്ക് മുട്ടി വിളിക്കാം. സാഹിത്യകാരൻ 6 മണിയായാലും വാതിൽ മുട്ടും. രാഷ്ട്രീയക്കാരൻ്റെ വാതിൽ എപ്പോഴും തുറന്നു വെക്കണം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിത് രണ്ടും കൊണ്ടുപോകാൻ പറ്റാത്തത്. കാരണം 48 മണിക്കൂർ ഒരു ദിവസത്തിന് ഇല്ലാത്തത് കൊണ്ട് 24 മണിക്കൂർ രാഷ്ട്രീയത്തിന് അനിവാര്യമായതുകൊണ്ടും മറ്റേ 24 മണിക്കൂർ സഫർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. എങ്കിലും ഈ തീരെ പരിശോധിക്കാതെ ഇല്ല. എൻ്റെ പേഷ്യൻ്റാണ് KPA മജീദ്, എൻ്റെ പേഷ്യൻ്റാണ് ET ബഷീർ. അവരൊക്കെ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ നോക്കുന്നതിൽ അത്ര കുഴപ്പമില്ല എന്നുള്ളതല്ല. എൻ്റെ പേര് ജംഷീദ. CHനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുന്ന ഒരു സംഭവം? വാപ്പയെക്കുറിച്ച് ഓർക്കാൻ വേറൊരു പ്രശ്നം, വളരെ കുറച്ചേ വാപ്പയെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഓർക്കുന്നത്. ഇപ്പോൾ ഞാൻ ഉറങ്ങി എണീക്കുമ്പോഴേക്കും വാപ്പ പോയിട്ടുണ്ടാവും. ഞാൻ ഉറങ്ങിയ ശേഷമേ വാപ്പ വീട്ടിൽ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ മൊത്തം വാപ്പയെ ഞാൻ കണ്ട മണിക്കൂർ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ എൻ്റെ 19ാമത്തെ വയസ്സ് 20ാമത്തെ വയസ്സാകുമ്പോഴേക്കും വാപ്പ മരിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഞാൻ കണ്ടിട്ടുള്ളത് ചിലപ്പോൾ ഒരു 5 വർഷമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. മൊത്തം മണിക്കൂറുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 വർഷമേ ഞാൻ വാപ്പയെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അതിൽ കുറേ നാൾ ഓർമ്മ ഇല്ലാത്ത നാളുകളാണ്, എനിക്ക് ഓർമ്മ വെക്കാത്ത നാളുകളാണ്. അതുകൊണ്ട് കേട്ടറിഞ്ഞതാണ് ഞാൻ കൂടുതൽ സത്യത്തിൽ രാഷ്ട്രീയത്തിൽ അത് ചെയ്തു ഇത് ചെയ്തു എന്നുള്ളതൊക്കെ വായിച്ചും പ്രസംഗങ്ങൾ തന്നെ വാപ്പയുടെ വിയോഗത്തിന് ശേഷമാണ് എനിക്ക് കൂടുതലായി കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷെ ഉള്ള സമയത്ത് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലക്കല്ല, ഒരു വാപ്പ എന്നുള്ള നിലയ്ക്ക് അങ്ങേയറ്റം നമുക്കൊരു പുരുഷായുസ്സിൽ നൽകേണ്ട എല്ലാ സ്നേഹവും എല്ലാ വാത്സല്യവും തന്നിരുന്നു. ഒരിക്കൽ പോലും അടിക്കുകയോ വഴക്ക് പറയുകയോ ഒന്നും ചെയ്യാതെ എന്നാൽ ശക്തമായ ശിക്ഷണത്തിൽ തന്നെ വളർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് വാപ്പയെക്കുറിച്ചുള്ള ഏറ്റവും നല്ല ഓർമ്മ. താങ്കൾ പല മേഖലയിൽ അറിയപ്പെടുന്നുണ്ടല്ലോ, കാർട്ടൂണിസ്റ്റ്, അങ്ങനെ പലതിലും. അതിൽ ഏത് മേഖലയിൽ അറിയപ്പെട്ടാണ് താങ്കൾ ഇഷ്ടം? മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി എന്നാരോ പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവരുടെ പ്രയോറിറ്റിയിൽ വേറെ ഇപ്പം കലാസാഹിത്യമൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ബേസിക് ആയിട്ടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് പൊതുപ്രവർത്തനവും അതിൽ വലിയ സുഖമുണ്ട്. കാരണം പല ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കുക, അവരുടെ സംതൃപ്തി കാണുക എന്നൊക്കെ പറയുന്നതിനേക്കാൾ സുഖകരമല്ല മറ്റുള്ളതൊക്കെ. എങ്കിലും നമ്മുടെ ഉള്ളിലുള്ള വാസനകൾ എന്നുള്ള നിലയ്ക്ക് ഈ പെയിൻറ്റിങ്, കാർട്ടൂൺ, മ്യൂസിക് ഇതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ കൊണ്ടു നടക്കണം എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ അടുത്ത് ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കാൻ ആഗ്രഹിച്ചിട്ട് ഒരു ഉസ്താദിനെ കണ്ടുവച്ചിട്ടുണ്ട്. ഒന്ന് പഠിക്കണേ. കാരണം ഞാൻ NV അബ്ദുൽസലാം മൗലവി തീരെ സുഖമില്ലാതെ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്നു. അദ്ദേഹം
തളർന്ന അവശനായി ഒരു ഭാഗം കുഴഞ്ഞിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് സുഖമായാൽ ഒന്ന് LLB എടുക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന്. അന്ന് അദ്ദേഹത്തിന് 80 വയസ്സുള്ളപ്പോഴാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളുടെ പഠനം എന്ന് പറയുന്നത് ഒരു കാലത്തും തീരുന്നതല്ല, എപ്പോഴും പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് LLBക്ക് ഞാൻ പോയി ജോയിൻ ചെയ്തു. അപ്പോൾ എന്തൊക്കെ ഞാനാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങളൊരു പ്രൊഫഷൻ എന്ന് പറയുന്നതിലൊന്നും സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. 1000 പ്രൊഫഷനുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. പക്ഷേ ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, മറ്റേതിനെയൊക്കെ അതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ നോക്കുക. ഇപ്പോൾ ലൈഫ് എന്ന് പറയുന്ന ഒറ്റ ടൈമല്ലേ ഉള്ളൂ. ആ ഒറ്റ ടൈമിൽ നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതിനെ ടൈം മാനേജ്മെൻറ്റിലൂടെ എല്ലാം ഒന്നിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇപ്പോൾ എൻ്റെ കൂടെ MBBS പഠിച്ച പല ആളും പിന്നീട് IAS പരീക്ഷ എഴുതി ഇപ്പോൾ പലരും കളക്ടറാണ്, അതുപോലെ തന്നെ ഗവൺമെൻറ് സെക്രട്ടറീസാണ്. അപ്പോൾ അവർ മെഡിസിൻ പഠിച്ചു, അതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള നോളജിനെ എങ്ങനെ ഒരു ഗവൺമെൻറ് തലത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് അവർക്ക് ഒന്നുകൂടി ശാസ്ത്രീയമായി അതിനെ ഉപയോഗിക്കാൻ സാധിക്കും. ഞങ്ങളുടെ വാപ്പ കുറേ കാലം മന്ത്രിയായിരുന്നു, രാഷ്ട്രീയത്തിലൊക്കെ കുറേ പ്രവർത്തിച്ചിരുന്നു. എന്നിട്ടും മരണപ്പെടുമ്പോൾ കുറേ കടത്തിലായിരുന്നു എന്ന് കേട്ടു. അത് എത്രയായിരുന്നു, ആരാണ് വീട്ടിയത്, എങ്ങനെയാണെന്നൊക്കെ പറയാൻ താല്പര്യം. കടമുണ്ടായിരുന്നു തോന്നുന്നു, നിങ്ങൾ വീട്ടാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് തോന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ എത്ര കടമുണ്ടായിരുന്നു പറഞ്ഞതുകൊണ്ട് കടബാധ്യതകളായിരുന്നു, വീട് പണയത്തിലായിരുന്നു. ആ വീട് ഇപ്പോഴും നമ്മൾ തിരിച്ചെടുത്തിട്ടില്ല, ഇപ്പോഴും കടത്തിൽ തന്നെയാണുള്ളത്. പിന്നെ അതിന് പുറമെ വലിയൊരു സമ്പാദ്യം എന്നുള്ളതിനേക്കാൾ വലുതല്ലേ പേര് എന്ന് പറയുന്നത്. കാരണം സമ്പാദിച്ചു, അത് കുറേ മന്ത്രിയായി അതൊന്നും സമ്പാദിച്ചിരുന്നെങ്കിൽ 25 വർഷത്തിന് ശേഷവും ബാപ്പയെക്കുറിച്ചുള്ള ഒരു ചർച്ച ഇവിടെ വരില്ലായിരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ ഒരു ദാരിദ്ര്യമായിരിക്കാം ഇത്രയധികം 25 വർഷം ബാപ്പ മരിച്ച ശേഷവും ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതല്ല, നമുക്ക് പണത്തിനേക്കാൾ അപ്പുറത്ത് നമുക്ക് ഒരു പേര് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം. സമ്പാദ്യം വരും പോകും. ഒരു പണക്കാരൻ നമ്മൾ പിന്നെ നല്ലൊരു കുടുംബത്തിലെ പണക്കാരനെ നോക്കി കല്യാണം കഴിച്ചാൽ അവന് പിന്നെ ഒരു ദിവസം പെട്ടെന്ന് അവൻ്റെ കച്ചവടമൊക്കെ പൊളിഞ്ഞാൽ ഏത് സമയവും അവൻ തെരുവിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതേസമയം തെരുവിലുള്ള ഒരാളെ ആണ് വിവാഹം ചെയ്യുന്നതെങ്കിൽ അവൻ നാളെ വലിയ കോടീശ്വരനാകാനും സാധ്യതയുണ്ട്. അത് ഞാൻ പെൺകുട്ടികൾക്ക് വേണ്ടി പറഞ്ഞ കേട്ടോ. ജീവിതത്തിന്റെ ഭൂരിഭാഗം ടൈമും രാഷ്ട്രീയമായിട്ട് ചെലവഴിക്കാൻ തന്നെയാണ് ആഗ്രഹം. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അതുപോലെ ചെയ്യാം. കുറച്ച് പാടാം, ഒരു പാട്ട് പാടിയത് തന്നെ ഇപ്പോൾ കുഴപ്പമായിരിക്കുകയാണ്. അതിപ്പോൾ ഏത് രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുന്നൊരു സമയമാണ്. എങ്കിലും ഈ കല എന്നൊന്നും പറയുന്നത് നിഷിദ്ധമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് എന്തുകൊണ്ട് ജന്മസിദ്ധമായി ഓരോ ആളുകൾക്കും കലയും അതുപോലെ തന്നെ ഈ സർഗ പ്രതിഭയൊക്കെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അതും ഒരു ദൈവനിശ്ചയമല്ലേ. അപ്പോൾ ആ അർത്ഥത്തിൽ അതിനെ വിനിയോഗിക്കാതിരിക്കുന്നതും ശരിയാണോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. ഏറ്റവും ഇഷ്ടമുള്ള മാപ്പിള പാട്ട് പാടണം. മധുവർണ്ണ പൂവല്ലേ മധുനിലാ പൂമോളല്ലേ മധുരപ്പാതീനേഴിൽ ലംഘിമാ. സാർ പറഞ്ഞവര് ഒരുപാട് വീടുകളിൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് പോയിട്ടുണ്ട്. അതിലുപരി എനിക്ക് തന്ന ഡ്യൂട്ടി അസിസ്റ്റന്റ് സൂപ്പർവൈസർ ആയിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഏരിയയിൽ ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ട് ഞാൻ ഒരു 20-25 വീടുകളിൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് പോയിട്ടുണ്ട്. നല്ലതും ചീത്തതുമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല വീടുകളിലും കയറിയപ്പോൾ 1-2 വീടുകളിൽ കയറിയപ്പോൾ രാഷ്ട്രീയമൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇലക്ഷൻ അടുത്തുകൊണ്ട് നിങ്ങൾ ഏതാ വോട്ട് കൂടുതൽ കിട്ടാൻ, അതിൽ ഏത് പാർട്ടിക്കാരാണ് കൂടുതലുള്ളത് അറിയാൻ
ഇനി ഒരു ഇലക്ഷൻ വരികയാണ്. അപ്പോൾ ആ ഇലക്ഷനിൽ എത്രത്തോളം വോട്ട് കിട്ടും എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു സർവേ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളത്, ഒരുപാട് സർവേകൾ ഇതുപോലെ വന്നു പോകാറുണ്ട്, വെറുതെ ഞങ്ങളെ സമയം വേസ്റ്റാക്കാൻ. ഞങ്ങളൊരു 10 മിനിറ്റ് അടുക്കളയിൽ നിൽക്കുന്നത്, അല്ലാണ്ട് ഞങ്ങൾ 10 മിനിറ്റ് എന്തെങ്കിലും TV കണ്ടു നിൽക്കുന്ന പ്രോഗ്രാംസുകൾ കണ്ടു നിൽക്കുന്ന സമയം വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സർവേകൾ വരാറുണ്ട്. അതുപോലെ ഒരു സർവേ ആകുമോ ഇതൊന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടേതായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊരു ഗവൺമെന്റ് സർവേ അല്ല, ഇതൊരു ഗ്രേസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സർവേ നടത്തുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരുടെ ചില വീട്ടുകൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഒരുപാട് കയറിയ വീടുകളില്ലാത്ത ആളുകളുണ്ട്, വീടുകളിൽ തന്നെ സൗകര്യം കുറഞ്ഞ ആളുകളുണ്ട്. അവരൊക്കെ ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ടുണ്ട് ഈ സർവേയിൽ. കാരണം ഒരിക്കലും ഇതൊരു ഗവൺമെന്റ് സർവേ അല്ല എന്നുള്ളത് കൊണ്ടാണ് ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ടുള്ളത്. കാരണം ഗവൺമെന്റ് സർവേ ആണെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. ഇതൊരു പ്രൈവറ്റ് സർവേ ആണ്, ഇങ്ങനെ ഒരു സംഘടന നടത്തുന്നതാണ്. അതിന് പഞ്ചായത്തിന്റെയും ഗവൺമെന്റിന്റെയും സഹായം കിട്ടും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയം ചോദിക്കുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് താല്പര്യമില്ല. രാഷ്ട്രീയം ചോദിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് താല്പര്യമില്ലാത്ത ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ആലോചിക്കുന്നത് ഈ അവർ തമ്മിൽ ഈ കടത്തിന്റെ രാജകീയന്റെ വ്യത്യാസം ആലോചിക്കുന്നത്. കാരണം ഒരു 40,000 പറഞ്ഞ് കരയുന്ന വിഭാഗം 8 ലക്ഷം പറഞ്ഞിട്ട് അതിൽ അഭിമാനം കൊണ്ടുവന്ന ഒരു വേറെ വിഭാഗം. അപ്പൊ സാമ്പത്തിക ആൾക്കാരിൽ ലക്ഷണൊരു മാറ്റമായിട്ട് മനസ്സിലാക്കി നല്ലൊരു കാര്യമായിരുന്നു. പിന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കുട്ടികൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് കുറെ നിങ്ങൾ ക്ലാസ് ആഭിമുഖ്യം കൂട്ടാൻ കുട്ടികളുടെ ഈ പഠനത്തിന്റെ താല്പര്യം കൂട്ടാൻ എന്തെങ്കിലും പരിപാടി നിങ്ങൾ ആവിഷ്കരിക്കണമെന്ന് എല്ലാവരും അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ സംഘടനകളുടെ പറയാൻ അങ്ങനെയുള്ള പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് അത് മുന്നോട്ട് വരാനുള്ള എന്തെങ്കിലും, അതായത് ഇപ്പൊ സർവേയിൽ ഇൻവെസ്റ്റിഗേറ്റർമാരല്ലാത്ത കുട്ടികളാണ് പൊതുവെ അങ്ങനെ ഉള്ളത്. അപ്പൊ അങ്ങനത്തെ കുട്ടികൾക്ക് കൂടുതലായിട്ട് പ്രോത്സാഹനം നൽകണമെന്ന് ഈ സംഘടനകളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഏറ്റവും വലിയ അനുഭവം എന്ന് പറഞ്ഞാല്, ആദ്യം ഭയങ്കര ദേഷ്യമായിട്ട് പെരുമാറിയെന്നുണ്ടെങ്കിലും അവസാനം അവർ എന്നോട് ഒരു ഗ്ലാസ് ചായ കുടിപ്പിച്ചിട്ടാണ് ചില വീട്ടിൽ കയറി വന്നപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഭയങ്കര സന്തോഷത്തോടും എന്തോ അവർക്ക് കിട്ടുന്നത് പോലെ എന്നെ സ്വീകരിക്കുകയും ചെയ്തു. പിന്നെ എനിക്കൊന്നും ഇപ്പോൾ അവരൊന്ന് കാണാൻ വയ്യ, തങ്ങളുട്ടി അല്ലെങ്കിൽ കുട്ടി എന്തായി, ഞങ്ങൾ പറഞ്ഞത് നടത്തി തരുമെന്നുള്ള അതിലേക്ക് എത്തിയിരിക്കുന്നു. ഞാൻ കൂടെ ഏറ്റവും വലിയ ഒരു അഭിപ്രായം എന്താണ്, ഹൗസ് വൈഫുകൾക്ക് ഒരു ക്ലാസ് എടുക്കുന്നുള്ള ഒരു ഇതുണ്ട്. അത് എന്തായാലും നടത്തണം എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഞാനുള്ളത്. അത് കൂടാതെ അല്ല, അവരേറ്റവും കൂടുതൽ പറയാം ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ജോലി തന്നെ അല്ലേ, അവർക്കൊണ്ട് ഒരു ക്ലാസ് എടുക്കാം എന്നുള്ള അഭിപ്രായത്തിനാണുള്ളത്. പിന്നെ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ആരാണ് ഇതൊക്കെ ചെയ്യേണ്ടത്? ചെത്തിപ്പടി പ്രദേശത്ത് നമ്മുടെ 2ാം വാർഡിൽ ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത് ആരാണ്? അത് ഓഫാക്കി ബാക്കോട്ട് പോയാൽ ആരാണ് ഈ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കേണ്ടത്? ആരാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത്? അതിനാവശ്യമായ പദ്ധതികൾ രൂപം കൊടുക്കേണ്ടത് ആരാണ്? പ്രശ്നങ്ങൾ കണ്ടെത്തി നമ്മളിങ്ങനെ അന്തം വിട്ട് അന്താളിച്ച് നിൽക്കുകയല്ല വേണ്ടത്. പുതിയ പുതിയ പദ്ധതി, ഇപ്പൊ ഇവിടെ ഹൗസ് വൈഫിന്റെ കാര്യങ്ങൾ പറഞ്ഞു. വീട്ടമ്മമാർ അവർക്കും ജോലിയുണ്ടെന്ന്, അവർ ചെയ്യുന്നതും ജോലിയാണെന്ന് കണക്കിലെടുക്കാനും അവർ അംഗീകരിക്കുവാനുമുള്ള മനസ്സിൽ സമൂഹത്തിൽ എല്ലാ ആളുകൾക്കും ഉണ്ടാവണമെങ്കിൽ
പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് പ്രത്യേക പരിശീലന പരിപാടികൾ നൽകണം. അവരെ അംഗീകരിക്കാൻ ആവശ്യമായ സമൂഹത്തിൽ ചില ബോധവൽക്കരണം നടത്തണം. പ്രത്യേകിച്ച് ഒറ്റക്ക് ഒരു കുടുംബത്തിൽ ഒറ്റക്ക് നിന്ന് ഭർത്താവ് ഗൾഫിലാണ്, വീട്ടിൽ മറ്റാരുമില്ല, കുട്ടികളാണെങ്കിൽ +2 പഠിക്കുന്ന കുട്ടികൾ, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, SLC പഠിക്കുന്ന കുട്ടികൾ എല്ലാം ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഭർത്താവ് ഗൾഫിൽ നിന്ന് പൈസ അയക്കുന്നുണ്ട് ശരി തന്നെ, പക്ഷേ ഈ കുട്ടിയെ നോക്കുന്ന കുട്ടിയുടെ വിദ്യാഭ്യാസം ഒറ്റക്ക് പാരന്റിങ്, സിംഗിൾ പാരന്റിങ് എന്നതിന് പറയാം, സിംഗിൾ പാരന്റിങ് നടത്തുന്ന വീട്ടമ്മമാരുണ്ട്. ഈ വീട്ടമ്മമാർക്ക് ആവശ്യമായ പരിശീലനമാണ് എങ്ങനെയാണ് ദേഷ്യം പിടിക്കാതെ കാര്യങ്ങൾ നടത്തേണ്ടത്, എങ്ങനെയാണ് സൗമ്യമായി കാര്യങ്ങൾ നടത്തേണ്ടത്, എങ്ങനെയാണ് പണം മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സമയം മാനേജ് ചെയ്യണം, സമയമില്ലാതെ എല്ലാവരും സമയം എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യണം, അവനവർക്കുള്ള പിരിമുറുക്കത്തെ എങ്ങനെ മാനേജ് ചെയ്യും, ഇത് വീട്ടമ്മമാർക്ക് കിട്ടേണ്ടതാണ്. എങ്കിലേ നമ്മുടെ സമൂഹത്തിലെ മക്കൾക്ക് നിങ്ങൾക്കും നിങ്ങളുടെ അനുജന്മാർക്കും അനുജന്മാർക്ക് സുഖമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ, ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ലക്ഷ്യം നിർണയിച്ചു കൊടുക്കുകയും ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴികൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ ഇവിടെ ആവിഷ്കരിക്കുകയാണ്. പദ്ധതികൾ ആവിഷ്കരിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ നടപ്പിലാക്കാൻ ഏറ്റവും പ്രയാസമാണ്. നടപ്പിൽ വരുത്തേണ്ടത് നമ്മളെല്ലാവരുമാണ്. നിങ്ങൾക്ക് ഇനി വിശ്രമമില്ല എന്നാണ് നിങ്ങൾ തന്നെ പറയുന്നത്. ആവശ്യമായ പുസ്തകങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ്, അത് എത്തിച്ചു കൊടുക്കുക നമ്മുടെ ബാധ്യത. അതിനെന്താണ് സംവിധാനം? അതിന് നമുക്ക് സൗകര്യപ്രദമായ ഒരു സ്ഥലം വേണം, അതിനാവശ്യമായ ചില പുസ്തകങ്ങൾ വേണം, അത് അലമാരയിൽ എടുത്ത് കൊടുക്കാൻ ഒരാൾ വേണം, ഇത് കൊണ്ടുവരുമ്പോൾ തിരിച്ചു വാങ്ങാൻ ഒരാൾ വേണം, അത് അലമാരയിൽ കൊടുക്കും. ഇതെല്ലാം അതിന് പറ്റിയ ഒരു നല്ലൊരാൾ വേണം, സ്ഥലം വേണം, പുസ്തകം വെക്കാനുള്ള വായിക്കാനുള്ള എല്ലാവർക്കും വരാൻ സൗകര്യമുള്ള ഒരു സ്ഥലം വേണം. എല്ലാവർക്കും ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്കും മനസ്സിലായ ഒരു കാര്യം, ആർക്കും ജീവിതാഭിലാഷം അങ്ങനെ അധികം ആളുകളും അങ്ങനെ പറഞ്ഞിട്ടില്ല. അവരുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാത്ത മാതിരിയാണ് അവരെ ജീവിതാഭിലാഷത്തിൽ ഇങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെ അവരെ വഴി ഒരു പ്രധാന പ്രശ്നമായിട്ട് അവർ പറഞ്ഞു, അതിന് വെള്ളം, അവരുടെ കിണറ്റിന്റെ വെള്ളം ആകെ കേട് വന്നത്, അത് നന്നാക്കാൻ ഇത് നിങ്ങളെ കൊണ്ട് പറ്റുമോ, അങ്ങനെയൊക്കെ ഓരോ ചോദ്യം. അതുപോലെ ഈ രാഷ്ട്രീയപരമായി ചോദിച്ചപ്പോൾ ഓല് പറഞ്ഞു, നിങ്ങളിതെങ്ങനെ ഇതെന്തിനാ അറിയുന്നത്, ഞങ്ങൾ അന്നാന്ന് വരുന്ന ഓരോരുത്തർക്ക് വരുന്ന അന്നാന്ന് വരുന്ന വോട്ട് ചെയ്യല്, അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞങ്ങൾ ഓരോന്നും ചെയ്യില്ല, അത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഓരോ വീട്ടിൽ നിന്ന് ഓരോ അനുഭവങ്ങൾ. സർവേക്ക് പോയപ്പോൾ നല്ല സമീപനം, അധികം നല്ല സമീപനം തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവരെ പ്രശ്നം ഒന്ന് ഡ്രൈനേജിന്റെ പ്രശ്നം പറഞ്ഞു. അപ്പോൾ മെമ്പറെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ അവർ മെമ്പറെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ. അപ്പം പിന്നെ കടങ്ങൾ ചോദിച്ചപ്പോൾ അധികം എല്ലാവരും കൂടുതൽ കടങ്ങൾ ഉണ്ടെന്ന് തന്നെ പറഞ്ഞത്, ഉള്ളവരില്ലാത്തവരൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് എനിക്ക് തോന്നുന്നു ഹിന്ദുക്കളെ സംബന്ധിച്ച് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള വിവരമുണ്ട്, മുസ്ലിങ്ങൾക്കാണ് കൂടുതലൊന്നും അറിയാത്തത്. ഹിന്ദുക്കളൊക്കെ എല്ലാത്തിനും നല്ല റെസ്പോൺസിബിലിറ്റിയാണ് തരുന്നത്, പക്ഷെ മുസ്ലിങ്ങൾ അവർക്കൊന്നും അറിയില്ല. മതസംഘടന ചോദിച്ചാലും അതല്ല, നിങ്ങൾ ഏതിലാണ് അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പം പൊതുവായിട്ട് നല്ല തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഈ മെമ്പറെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞത്, അതിന് നമ്മുടെ എല്ലാ വീടുകളും ബന്ധപ്പെടാറുണ്ട്, എല്ലാവരും പിന്നെ പരസ്പരം അങ്ങോട്ടും ബന്ധപ്പെടാറുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞു ഞാനത് മനസ്സിലാക്കി, അതിന് ഇങ്ങനെ ഈ അഭിപ്രായം വന്നപ്പോൾ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയതെന്താന്ന് വെച്ചാൽ, പിന്നെ ഈ കഴിഞ്ഞ ഓണത്തിന്റെ സമയത്തും നമ്മള് ബക്രീദിന്റെ സമയത്തൊക്കെ നമ്മൾ റിലീഫിന്റെ സാധനം കൊണ്ടൊക്കെ ആയിട്ട് അവിടെ പോയിരുന്നു, ആ വീട്ടിൽ തന്നെ പോയിരുന്നു. പക്ഷെ അവർക്ക് ഞാൻ മെമ്പറാണെന്ന് അറിയില്ല. അത് മാത്രമല്ല, അവർ ഇവിടുത്തുകാരല്ല, അവരിവിടെ വന്ന് താമസാക്കിയത്, നമ്മൾ കോട്ടേഴ്സിൽ താമസാക്കിയതാണ്. അപ്പൊ അതുകൊണ്ട് അവര് നമ്മളെ സംബന്ധിച്ച് അറിയാത്തതാണ്, നമുക്ക് അവരെ സംബന്ധിച്ച് അറിയാം. അപ്പോൾ ഇനി നിങ്ങൾ അവിടെ പോകുമ്പോൾ പറഞ്ഞു. പിന്നെ MLA സംബന്ധിച്ചും കൂടെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. മെമ്പറാണെന്ന് പറഞ്ഞ് എല്ലാവരും ചെന്നിട്ട് ഞാൻ മെമ്പറാണെന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം, ഒരു പരിപാടി മക്കൾക്ക് അറിയാത്തത് കൊണ്ടാണ്. എന്നിട്ട് ഞാനാണ് മെമ്പർ, 5 രൂപ എന്റെ വകയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്ത് കൊടുക്കാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണെന്നുണ്ട്. അത് MLA കുറിച്ചുള്ള ചോദ്യം ഉണ്ടായിരുന്നു നമ്മുടെ സർവേ. എന്തെങ്കിലും ചോദ്യം ഉണ്ടായിരുന്നു? എന്താണ് MLA കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നു? ചോദ്യം എന്താണ്? MLA കുറിച്ചുള്ള അഭിപ്രായങ്ങളോട് എന്താണ് പൊതുവായ മറുപടി നമ്മൾ വിശകലനം ചെയ്തപ്പോൾ തരക്കേടില്ല, പക്ഷെ പല ആളുകളും MLA കണ്ടിട്ടില്ല എന്നുള്ള അഭിപ്രായം. പക്ഷെ ഒരു MLA എന്നുള്ളത് നമ്മളൊരു വൈഡ് ഏരിയയിൽ കാണുക എന്നുള്ളത്, പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ള രൂപത്തിലേക്കാണ് നമ്മൾ ആ ചോദ്യത്തിൽ വരുത്തേണ്ടത്. ഏതായാലും പൊതുവായ ചില അഭിപ്രായ രൂപീകരണങ്ങൾ, അതിന്റെ ഡാറ്റ അനാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. റോഡുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്.
അത് നമ്മൾ ഈ ഗെറ്റ് ടുഗദറിൽ നമുക്കത് ചർച്ച അങ്ങനെ ഡാറ്റ അനാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിപൂർണമായ ഒരു വിവരം നമ്മൾ എത്തിയിട്ടില്ല. ഒരു ഇൻവെസ്റ്റിഗേറ്റർ എന്നുള്ള നിലയ്ക്ക് ഭാവിയിലും ചില പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിക്കുന്നതിനുള്ള നേതാക്കൾ എന്നുള്ള നിലയ്ക്ക് ഇവിടെയുള്ള ആളുകൾക്ക് ഒരുപാട് അവരുടെ കഴിവുകൾ ഉപയോഗിക്കാനുണ്ട്. ഇനിയും പലപ്പോഴും സർവേയുടെ പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആണ് ബഹുമാനപ്പെട്ട കുട്ടികളുടെ സർവേ നമ്മൾ കാണുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ള, വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ള IT ഫെസ്റ്റ് കേരളത്തിൽ ഏറ്റവും ആദ്യമായി നടത്തിയ ഒരു മണ്ഡലമാണ്. അതുപോലെ ഒരുപാട് പ്രോഗ്രാമുകൾ. അദ്ദേഹത്തെ നമുക്ക് എങ്ങനെയാണ് വിശേഷിപ്പിക്കണമെന്ന് അറിയില്ല. അദ്ദേഹം തിരക്കിനിടയിൽ വന്നതാണ്. വളരെ കുറഞ്ഞ സമയം നിങ്ങളോട് സംവദിക്കുന്നു. വളരെ സ്നേഹപൂർവ്വം MLA. ഇവിടെ യാദൃച്ഛികമായി വന്നതാണ്. ഇതില് എന്നെ കാത്ത് വേറെ കുറെ ആളുകൾ വള്ളിക്കുന്ന് പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് അവിടെ കാത്തിരിക്കുകയാണ്. അല്ല 12 മണിക്ക്. അപ്പം ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ അവിടെ ആരും വന്നിട്ടില്ല. ഞാൻ തുടങ്ങിയാൽ ചിലപ്പം ഞാൻ തന്നെ ഒരു 1.5 മണി വരെ അവിടെ ഇരിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഇവിടുന്ന് മുനീസാഹിബിനെ കിട്ടിയാൽ തട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതും കൂടെ ഒരു ലക്ഷ്യമുണ്ട് അതിന്. അപ്പം ഞാൻ മുനീസാഹിബിനെ വിളിച്ച് മുനീസാഹിബ് പറഞ്ഞ് ഇവിടുന്ന് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞു. കാരണം നിങ്ങൾ വിടൂല. അപ്പം ഇവിടെ ഈ ഒരു സർവേ ഗ്രേസിൻ്റെ ഭാഗമായി നടത്തി അതിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾ പങ്കിടുകയാണ്. അപ്പം ഞാനത് ദീർഘമായി നിങ്ങളെ സമയം കളയുന്നില്ല. അപ്പോൾ 1-2 ആളുകളുടെ അഭിപ്രായം ഞാൻ കേട്ടു. അപ്പോൾ ഇതിൽ നിങ്ങളെ സംബന്ധിച്ച് 2 വശമുണ്ട്. ഒന്ന്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അപൂർവ അനുഭവമാണ്. ഈ 10ാം ക്ലാസ്സുകാർ കുറെ ഗ്രാജുവേറ്റ്സ് ഒക്കെ അല്ലേ? അപ്പോൾ ഈ ഞങ്ങളൊക്കെ ഒരുപാട് സർവേ നടത്തിയവരാ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ സർവേ വരും, ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് സർവേ നടത്തലുണ്ട്. അപ്പോൾ അതിലൊക്കെ വരാനുള്ളതെന്ന് പറഞ്ഞാൽ പെരയിൽ ഇരുന്നിട്ട് തന്നെ സർവേ നടത്തും, ഒരു സ്ഥലത്തുനിന്ന് പോവാതെ. ആ വിദ്യ ഞങ്ങൾക്ക് അറിയോ? കാരണം വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കിയിട്ട് ഞങ്ങൾ ഇന്ന പാർട്ടിക്കാർ ഇന്നതെന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ വരുമ്പോഴൊക്കെ ഞങ്ങളെ പാർട്ടിക്കാരോട് സർവേ നടത്താൻ പറയും. അപ്പോൾ നമ്മൾ തങ്ങളടക്കം അതിലാണ്. ഞങ്ങൾ ഇവിടെ ഇപ്പം ഗൾഫിൽ പോയതാണ്. അപ്പോൾ തിരിച്ച് തങ്ങളടക്കമുള്ള ആളുകൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പെരയിൽ നിന്നിട്ട് ചിലപ്പോൾ ഇത്ര വോട്ട് മുസ്ലിം ലീഗിന്, ഇത്ര വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, ഇത്ര വോട്ട് BJPക്ക്, ഇത്ര വോട്ട് CPMന്, CPIക്ക് എന്നൊക്കെ പറഞ്ഞ് കണക്കൂട്ടി വെച്ചാൽ പക്ഷെ ചിലപ്പോൾ മറന്നു പോകും. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ഇവിടെ ഉള്ള വോട്ടിനെക്കാളും കൂടുന്നുള്ളത് ചിലപ്പോൾ മറന്നു പോകും. പിന്നെ ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും സർവേ നടത്താറുണ്ട്, പലരും ഏൽപ്പിച്ച പ്രകാരം ഒക്കെ. പക്ഷെ ആ സർവേ ഒക്കെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകാറില്ല. ഒന്നുകിൽ കടമ തീർക്കുക, അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായി ചെയ്യുക. പലപ്പോഴും പൂർണ്ണമായ അർത്ഥത്തിൽ സർവേയിൽ നിന്ന് കിട്ടാറില്ല, വിവരം കിട്ടാറില്ല. അപ്പം നമുക്കറിയാം, ഇപ്പോൾ BPL സർവേ നടത്തലുണ്ട്. BPL സർവേ നടത്തിയാൽ ഈ കഴിയുന്നിടത്തോളം ഈ ഇത്ര ആളുകളെ BPL വരാൻ പാടുള്ളൂ എന്നുള്ളൊരു കേന്ദ്ര നിർദ്ദേശമുണ്ട്. അത് ലിമിറ്റ് ചെയ്യപ്പെടണം. അപ്പോൾ ഉദ്യോഗസ്ഥനാണ് സർവേ നടത്തുന്നതെങ്കിൽ അവരുടെ ഉള്ളിലെ പേടി എന്താണെന്ന് പറഞ്ഞാൽ മറ്റ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ആളുകൾ കൂടുതൽ വന്നാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ ബഹളം ഉണ്ടാക്കും. അപ്പം അത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ കുറച്ച് ആളുകളെ BPL താഴെയാക്കി കൊണ്ടുവരണം എന്നാണ് അവർക്ക് നിർദ്ദേശം ഉണ്ടാവുക. അപ്പോൾ BPL എന്ന് പറയുന്നത് നമ്മുടെ മാക്മാഹൻ രേഖ പോലെ ഒരു സങ്കല്പ രേഖയായാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ ഞങ്ങളുടേതൊന്നും ചൈന അവരുടേതൊന്നും ഇന്ത്യയുടേതെന്നും പറയുന്ന ഒരു രേഖ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പണ്ട് പറഞ്ഞിരുന്നത്. അതുപോലെ BPL കുറിച്ച് സർവേ നടത്തുമ്പോൾ പോലും അവർ BPL മുകളിലാണെന്നും ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ആളുകൾ BPL താഴെയാണെന്ന് പറയും. അപ്പോൾ ഏത് സർവേ നടത്തിയാലും വ്യക്തമായ രീതിയിൽ അങ്ങനെ ഇഴുകിച്ചേർന്ന് സംഗതികൾ പറയാറില്ല. അപ്പോൾ പക്ഷെ ഇവിടെ നിങ്ങൾ വളരെയധികം, അതായത് വലിയ പ്രൊഫഷണൽ സർവേക്കാർ പോലും ചെയ്യാത്ത വിധത്തിൽ ആളുകളുടെ ഇടയിൽ മിങ്കിൾ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പം മനസ്സിലാക്കി എടുക്കുമ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവമാണ്. പക്ഷേ ഇത് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നാളെ പ്രവർത്തിക്കുമ്പോൾ, നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്നവരാണ്, കോളേജിൽ പഠിക്കുന്നവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിദ്യാഭ്യാസ രീതിയുടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഏറ്റവും വലിയ
പോരായ്മയായി പറയുന്നത് പരീക്ഷയ്ക്ക് ഉള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ മാത്രം പഠിക്കുക. ഈ പഠിച്ച് റാങ്ക് നേടി പോയാൽ പോലും ജീവിതത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയാതെ വിഷമിക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ ജീവിതവുമായുള്ള ബന്ധം, ജൈവ ബന്ധം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ന് പൂർണ്ണമായും ആ ബന്ധം അറ്റിരിക്കുകയാണ്. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വിദ്യാഭ്യാസവും ജീവിതവുമായി ഒരു ബന്ധവുമില്ല. അപ്പൊ അത് കിട്ടുക എന്ന് പറയുന്നത് സമൂഹവുമായി ബന്ധപ്പെട്ട് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ഗ്രേസ് ഒരുക്കിയത് നിങ്ങൾക്ക് സമൂഹത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും വീട്ടിനുള്ളിൽ മാത്രം ഇരുന്ന് പുസ്തകം മാത്രം വായിച്ച് അല്ലെങ്കിൽ ടി വി മാത്രം കണ്ട്, പതികാലം പുസ്തകം വായിക്കലില്ല, ടി വി കാണലാണ് കുട്ടികളുടെ പരിപാടി. അപ്പോൾ അത് തീർച്ചയായും അതെങ്ങാനും രക്ഷിതാക്കളെ പഠിക്കുമെന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടാവും. അപ്പൊ ആ നിലയിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുറത്തൊരു എക്സ്പോഷർ തരികയാണ്, സമൂഹത്തെ അറിയാൻ. അപ്പൊ സമൂഹത്തെ നിങ്ങൾ അറിയുന്നു. അപ്പൊ അറിഞ്ഞ് നിങ്ങൾ ഒരു കുറെ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഗ്രേസ് മലപ്പുറം ജില്ല മുഴുവൻ പഠിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എൻ്റെ ഒരു വലിയ അഭിപ്രായം, മലപ്പുറം ജില്ല പഠിക്കുന്നതിന് മുമ്പ് ഈ കണ്ടെത്തിയ പഠനത്തിന് നമുക്കൊരു ആക്ഷൻ പ്രോഗ്രാം തയ്യാറാക്കാൻ കഴിയുമെന്നുള്ളത്. അതാണ് മറ്റു സ്ഥലം നമുക്ക് പിന്നെ പഠിക്കാം. അപ്പൊ അതിൽ കാരണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ഇപ്പൊ ഞാൻ പറയാം, ഈ പ്രദേശങ്ങളെക്കുറിച്ച് നിങ്ങളെക്കാളും വളരെ സുന്ദരമായി ഓരോ വീട്ടിലെ വരുമാനവും ഓരോ ആളുകളുടെ കയ്യിലുള്ള ഭൂമിയും ആ ഭൂമിയിലുള്ള എത്ര സമയം ഇപ്പൊ എങ്ങനെ അതിൽ ജലാംശമുണ്ട് എന്നൊക്കെയുള്ള വിവരം നമ്മൾ ബ്ലോക്കിൽ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് തീർച്ചയായും അത് ഉപയോഗപ്പെടുത്തുന്നില്ല ആളുകൾ. അതുപോലെ ഒരുപാട് സർവേ നടത്തുന്ന ഏജൻസികളുണ്ട്. നമുക്ക് അക്ഷരങ്ങൾ കടലാസുകളിലെ അക്ഷരങ്ങളായി വെറും അക്ഷരങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരുപാട് സർവേ ഉണ്ട്. അപ്പൊ ആ സർവേ നമ്മൾ ഇത് ചെയ്യുമ്പോൾ എടുത്ത് പറയുമ്പോൾ ആ പഠനം നമുക്ക് വ്യക്തമായി ഉപയോഗപ്പെടുത്താൻ കഴിയണം. ആ ഉപയോഗപ്പെടുത്തുന്നതിൽ നിങ്ങളും അതിൽ ഇവരെയും കൂടെ പങ്കാളികളാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. നിങ്ങൾക്കും ഒരു സോഷ്യൽ വർക്കിന്, നമ്മളൊക്കെ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നത്, നമുക്ക് പരസ്പരം സഹായിച്ചും സഹകരിച്ചും പോകാൻ കഴിയാവുന്ന ഒരു സമൂഹമായി നമ്മൾ വളരണം. നാളെ ഇപ്പോഴത്തെ എന്താ സ്ഥിതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവനവന്റെ കാര്യം മാത്രമാണ്. ഈ സമൂഹം എന്ന നിലക്ക് സഹകരിച്ചും സഹായിച്ചും ജീവിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറണം. അതിന് ഉള്ള ഒരു കളരിയായി, അതിനുള്ള ഒരു പരിശീലനമായി ഇത് ഉപയോഗപ്പെടുത്തണം. അതോടൊപ്പം നിങ്ങളുടെ പഠന കാര്യത്തിൽ നിങ്ങൾ കുറെ കൂടി നന്നായി, അതായത് വെറും ബുക്കിഷ് നോളജ് എന്നതിന് അപ്പുറം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരായി നിങ്ങൾ മാറണം. നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഇവിടെ ലക്ഷ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു അല്ലേ ചില കുട്ടികൾ, നിങ്ങൾ ഓരോരുത്തരും സ്വയം ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം, ലക്ഷ്യമുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടോ എന്ന് പറയട്ടെ. നിങ്ങൾക്കൊക്കെ ഏതെങ്കിലും ലക്ഷ്യമുണ്ടോ? വ്യക്തമായ ലക്ഷ്യമുണ്ടോ? എന്നാൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ എന്താവണം? ഒരു കുട്ടി ഒന്ന് പറയും, ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് പറയും. ഞാൻ ആളെ പറയുന്നില്ല, ഒരാൾ എഴുന്നേറ്റ് പറയാം, എൻ്റെ ധൈര്യം ഒന്ന് കാണിക്കും. വെരി ഗുഡ്. അങ്ങനെ ഇതാ. അപ്പൊ നിങ്ങളെ കൂട്ടത്തില് ലക്ഷ്യത്തെ പറ്റി പറഞ്ഞപ്പോ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ലക്ഷ്യം ഏതാണെന്ന്, നമുക്ക് എന്ത് ലക്ഷ്യം ഉണ്ടായാലും അതെന്താണെന്ന് നമ്മൾ സാഹചര്യങ്ങളുമായി ഏറ്റുമുട്ടി നമ്മൾ വിചാരിക്കുന്ന ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ലക്ഷ്യം മാറ്റം വരുത്തണം. അപ്പൊ ഹെലൻ കെല്ലറുടെ വളരെ പ്രശസ്തമായ ഒരു വചനമുണ്ട്, ഒരു വാതിൽ അടയുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ 7 വാതിലുകൾ തുറന്നിരുന്നു, പക്ഷെ ഈ അടഞ്ഞു കിടക്കുന്ന വാതിലുണ്ടല്ലോ, ആ വാതിലിന് മുമ്പിൽ നിങ്ങൾ മുട്ടി സമയം കളയരുത്, ആ 7 വാതിലുകൾ കണ്ടെത്തണം. അപ്പൊ ഇവിടെ ലക്ഷ്യം എന്താന്ന് പറഞ്ഞു? അപ്പോ ഈ ഇതില് കോളേജ് ലെക്ചർ ആകുന്നതിന് ഈ എന്തൊക്കെ തരണം ചെയ്യേണ്ടി വരുന്നറിയോ? MSc നല്ല മാർക്ക് വാങ്ങണം, നെറ്റ് പാസ്സാകണം. ഈ നെറ്റ് പാസ്സായി കഴിഞ്ഞാൽ PSMO പോലെയുള്ള കോളേജിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് വരാൻ കഴിയും. PSC എഴുതിയിട്ട് PSC എഴുതി വാങ്ങാൻ പോകണം. അത് നെറ്റ് മാത്രം പാസ്സായ പോരാ, ഡോക്ടറേറ്റ് എടുക്കാൻ കഴിയണം. മാത്സ് എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മളെ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ തോറ്റു പോകുന്ന ഒരു സബ്ജക്റ്റാണ്. ഇപ്പൊ കുട്ടികള് തോറ്റു പോകുന്ന സബ്ജക്റ്റാണ്. മാത്സിൽ എത്ര ആളുണ്ട് ഇവിടെ പഠിക്കുന്ന? മാത്സ് ഡിഗ്രി പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പൊ അതുപോലെ നിങ്ങളൊക്കെ ആ ഇതില് ഇവിടെ നമുക്ക് ഈ പ്രശ്നങ്ങളുടെ കൂട്ടത്തില് ഈ കുട്ടികളുടെ നിലവാരം ഉയർത്തുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമുക്കൊരുപാട് സാഹചര്യമുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് ആളുകളുണ്ട്, ഈ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. അവരെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തി ഈ കുട്ടികളുടെ നിലവാരം, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട നാളെ വളർന്നു വരുന്ന സമൂഹം ഇവിടെ ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. അപ്പൊ ആദ്യം നിങ്ങൾ വലിയ സ്ഥലങ്ങളിൽ എത്തുക. അപ്പൊ നിങ്ങൾക്ക് ലക്ഷ്യബോധം ഉണ്ടാകുക. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് സർവേ നടത്തിയാൽ നിങ്ങൾ വിജയിച്ചു എന്നാണ്.
പക്ഷെ നിങ്ങൾക്ക് സ്വയം ലക്ഷ്യബോധം ഉണ്ടാകാനും ആ ലക്ഷ്യത്തെക്കുറിച്ച് ചോദിച്ചാൽ ചാടി എണീറ്റ് ഉത്തരം പറയാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതൊന്നും ഉണ്ടാക്കിയെടുക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഇവിടെ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, ദീർഘമായി പറയുന്നില്ല, എന്നെ അവിടെ വിളിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്, നിങ്ങൾ ഈ ഇതിൽ ഉള്ള ഒരു കാര്യം ഉണ്ടല്ലോ, ഇപ്പൊ MLA കുറിച്ച് പറഞ്ഞു. MLA കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് നല്ല കാര്യമല്ല, വിമർശനമാണ്. കാരണം ഈ നല്ല കാര്യം പറഞ്ഞാൽ അത് കേട്ട് കേട്ട് നമ്മൾ അലസനാവും. നമ്മളെ മുഖത്ത് നമ്മളോട് സ്നേഹമുള്ളവനെ നമ്മൾ വിമർശിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇത് കണ്ട് MLA-യുടെ മുമ്പിൽ അവതരിപ്പിക്കണം. മറ്റേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് യാതൊരു ഇതുമില്ല. നിങ്ങൾ പറഞ്ഞാൽ അത് തെറ്റാണെന്ന് തന്നെ അംഗീകരിക്കും. ആ നിലയിൽ തന്നെ കാര്യങ്ങൾ പറയണം. അപ്പൊ ഏതായാലും ഇതൊന്ന് ഇത് ചെയ്ത് ക്രോഡീകരിച്ച് എന്തെങ്കിലും ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാനുള്ള സമീപനം ഉണ്ടാകണം. അത് ഫേസ് ഏറ്റെടുക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ മോണിറ്ററിംഗ് സംഘം അംഗമായി എന്ന നിലയിൽ ഒരു അനുഭവം, ഒരു മൊബൈൽ ഫോണുള്ള ആർക്കും ഒരു മോണിറ്ററിംഗ് സമിതി അംഗമാവാം. എല്ലാവരെയും നിയന്ത്രിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ മാമങ്ങാക്ക പറഞ്ഞു, എല്ലാവരെയും വിളിച്ച് ചീത്ത പറയേണ്ടവരെ ചീത്ത പറയുക, അന്വയിപ്പിക്കേണ്ടവരെ അന്വയിപ്പിക്കുക, എല്ലാവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കുവാനും മോണിറ്ററിംഗ് സമിതി അംഗത്തിന് കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ വാക്കാക്കയെ വരെ നിയന്ത്രിക്കാൻ എനിക്കൊരു അധികാരം കിട്ടിയത് ഈ സർവേയിലൂടെയാണ്. ഇതിനെ സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയും. ഒരു ഡോക്ടറാണ് പിന്നെ ഇനിയുണ്ട് പറഞ്ഞതിന് വീണ്ടും നല്ലൊരു എഴുത്തുകാരനാണ്. ഏത് പുസ്തകമാണ് അദ്ദേഹം എഴുതിയത്? എന്താണ് അദ്ദേഹം എഴുതിയത്? ആർക്കും പറയാൻ പറ്റും? എഴുതി ഏതെങ്കിലും പുസ്തകത്തിന്റെ പേര്? നിങ്ങൾ നല്ല എഴുത്തുകാരനെന്ന് പറഞ്ഞു. ഏത് ചാനലിന്റെ പ്രവർത്തകനാണ്? ഇന്ത്യ വിഷൻ ചാനലിന്റെ. ഇന്ത്യ വിഷൻ ചാനലിന്റെ എന്താണ്? ആരാണ്? ചെയർമാനാണ്. എഴുത്തുകാരൻ ഏത് പുസ്തകമാണ് എഴുതിയത്? ആർക്കെങ്കിലും അദ്ദേഹം ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ പേര്? ഫാഷിസവും സംഘപരിവാറും. വേറെ പുസ്തകം സിയത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ ലേഖനങ്ങൾ, ഒരുപാട് ലേഖനങ്ങൾ, ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. പിന്നെ വേറെ എന്താണ് അവിടെ നിന്നും പങ്കെടുക്കാം? എന്താണ് ആരാറ് ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തോ ഒരു എന്ത് പറഞ്ഞു? ആ പാരമ്പര്യം അല്ലെ, വെള്ള ഷർട്ടും വെള്ളക്കുപ്പായിട്ട ആ മന്ത്രിമാരുടെ ആ പാരമ്പര്യം മാറ്റിമറിച്ചത് രണ്ട് പ്രമുഖരായ വൈറ്റ് ആൻഡ് വൈറ്റ് ഒഴിവാക്കിയിട്ട് കളറും ഇടാം എന്ന് ആരൊക്കെയായിരുന്നത്? ഗണേഷ് കുമാർ. അത് എന്ത് പറയുമ്പോ ആരെ ക്ലാസ് എടുത്തത്? കുഞ്ഞുമമ്പൂർ മുത്തലത്ത് ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞത് എന്തായിരുന്നു പറയാനുള്ള അവസരം? ആ സമയം കൂടി ഓർമ്മയുണ്ട്. എല്ലാം ഒരുപോലെയാവണം എന്നുള്ളത്, മാറ്റം ആവശ്യമാണെന്നും മാറേണ്ട സമയത്ത് മാറണം എന്നുള്ളത് പറഞ്ഞ സമയത്ത് ഉദാഹരണം പറഞ്ഞതാണ്. സർവേയിൽ പോകുമ്പോൾ ഡ്രസ് കോഡ് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നിങ്ങനെ പറഞ്ഞപ്പോഴാണ്, ഡ്രസ് കോഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അത് സൂചിപ്പിച്ചത്. മറ്റെന്തെങ്കിലും മുന്നീർ സാഹിബിനെ കുറിച്ച് ഇനിയും പറയാൻ? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. പിന്നെ മങ്കടയിൽ മണ്ണാണ്ടി അലിയുമായി തോറ്റ ആളാണ്. എവിടുന്ന ജയിച്ചെന്നാർക്കും ഓർമ്മയുണ്ടോ? എവിടുന്ന ജയിച്ചത്? കോഴിക്കോട്. എങ്ങനെയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയത്? കോഴിക്കോട് 2. എവിടുന്ന്? കോഴിക്കോട് 2. മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് അന്നത്തെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി. പിന്നെയും ഒരുപാട് വിശേഷങ്ങൾ. കോഴിക്കോട് 1-2 മണ്ഡലങ്ങൾ 2 മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട്. പിന്നെ വിശേഷങ്ങൾ ഇനിയും പറയാൻ ഒരുപാട് നിങ്ങളുടെ മനസ്സിലുണ്ട്, ഞാൻ നിൽക്കുന്നില്ല. എന്താണ് യുവപ്രതിഭ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഡോക്ടറാണ്, അതേപോലെ നല്ല അല്ലെ ഷുഗർ അദ്ദേഹത്തിന് കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിൽ തന്നെ. പിന്നെ മനോഹരമായ വീടാണ്. കണ്ട അനുഭവം ഉണ്ടാവും. പിന്നെ മറ്റൊന്നും കറക്റ്റ് ടൈമിൽ വരില്ല. നല്ല ഗുണത്തിൽപ്പെട്ടതൊക്കെയാണ് പറയുന്നത്. അത് കറക്റ്റ് ടൈമിൽ വന്നിട്ടില്ല എന്നാണ്. പിന്നെ നല്ല സിനിമാ നടനാണ്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. സിനിമയിൽ അങ്ങനെ വിഷ്വൽ മീഡിയകളിൽ അദ്ദേഹം വരുന്നുണ്ട് എന്നാണ്. വിഷ്വൽ മീഡിയകളിൽ. പിന്നെ നല്ല പുഞ്ചിരിയാണ്.
ആർക്കും നൽകാവുന്ന രീതിയിൽ. ഓക്കെ, ആരെയും ചികിത്സിക്കാത്ത ഡോക്ടറാണ്. ഇപ്പോൾ ആരെയും ചികിത്സിക്കാത്തൊരു ഡോക്ടറാണ്. മുമ്പ് ചികിത്സിച്ചിട്ടുണ്ടാവും. ഏതായാലും സ്വാഗത പ്രസംഗം ഇവിടെ അവസാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുനീർ സാഹിബ് നമ്മോട് സംവദിക്കുന്നു. നിങ്ങൾക്ക് അദ്ദേഹത്തോട് ആണ് പറയാനുള്ള അവസരങ്ങളാണ് ഏറ്റവും കൂടുതൽ. അദ്ദേഹം വളരെ കുറച്ച് മാത്രമേ നിങ്ങളോട് പറയുള്ളൂ. ഓക്കെ. മലപ്പുറം പഠനം, ഗ്രേസ് എഡ്യൂക്കേഷണൽ അസോസിയേഷൻ സംഘടിപ്പിച്ച മലപ്പുറം പഠനം എന്ന സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക വിദ്യാഭ്യാസ സർവേയുടെ പൈലറ്റ് പ്രോജക്റ്റ് ആണ് സർ ഇവിടെ പരപ്പനങ്ങാടി പഞ്ചായത്തിലെ 2ാം വാർഡിൽ നമ്മൾ നടത്തിയത്. ഇത്രയും ബ്ലോക്കുകളായി 11 ബ്ലോക്കുകളായി വേർതിരിക്കുകയും അവിടെ ഏകദേശം 100ഓളം വരുന്ന ഇൻവെസ്റ്റിഗേറ്റർമാർ എല്ലാ വീടുകളിലും പോയി സർവേ നടത്തിയിട്ടുണ്ട്. അതിന്റെ അനാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇൻവെസ്റ്റിഗേറ്റർമാരെ നമ്മൾ അവരുടെ കോൺഫിഡൻസ് കൂടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ഇന്ററാക്ഷൻസും പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടർ പരിപാടി എന്നുള്ള നിലക്കാണ് സാറുമായിട്ട് ഒരു ഈ അടുത്ത് നമ്മളൊരു പത്രത്തിൽ വായിച്ചു, ഒരാൾ അയാളുടെ ഭാര്യയെ കൊന്നു, പിന്നെ അയാൾ നാട്ടിലൊക്കെ നടന്ന് തിരിച്ചു വന്ന് 2 കുട്ടികളെ കൊന്നു. പിന്നെ കുറേ ദിവസം പിന്നെയും എവിടെയൊക്കെ ചുറ്റി ഇറങ്ങി വന്ന് പിന്നെ ബാക്കിയുള്ള 2 കുട്ടികളെയും കൊന്നു. ഇതൊന്നും അയൽവാസി അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതാണ് ആ അയൽപ്പക്കത്തിന്റെ ഒരു ഭയങ്കര ബന്ധം മനസ്സിലായത്. ഒരു 8 ദിവസം കൊണ്ട് സ്വന്തം അയൽപ്പക്കത്തുള്ള ഒരു സ്ത്രീ മരിക്കുന്നു, അവരുടെ കുട്ടികളൊക്കെ മരിക്കുന്നു. എന്നിട്ട് അവരെയൊക്കെ ആ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു. എന്നിട്ട് പോലും അയൽവാസി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽപ്പക്കത്തോടുള്ള ഒരു ബന്ധം എന്താണ് എന്ന് സൂചിപ്പിക്കാൻ ഈ ഒരൊറ്റ സംഭവം മാത്രം. അതുപോലെ ഒരു നാട്ടിൻപുറത്ത് കുറച്ചെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധങ്ങളുണ്ടാകും. നഗരത്തിലാണ് ഇതിലും അപ്പുറം. ഫ്ലാറ്റുകളാണ് അവിടെ. മുകളിലൊരു തട്ട്, താഴെ ഒരു തട്ട്. ഒരു തട്ടിൽ തന്നെ ചിലപ്പോൾ 3 ഡോറുകൾ ഉണ്ടാവും, 4 ഡോറുകൾ ഉണ്ടാവും. ഈ 4 ഡോറുകളും ഉണ്ടെങ്കിൽ തന്നെയും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കണ്ട് സംസാരിക്കാൻ അത് സാധ്യമാകട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. ആ ഒരു ഇന്ററാക്ഷന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം ചെലവഴിക്കാം. കുറച്ച് ചോദ്യം നിൽക്കുമെന്ന് നോക്കാം. നിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് ആ ഒരു ചോദ്യങ്ങൾ ശരിക്കും എന്താണെന്നറിയോ, നമ്മൾ ക്ലാസ്സിലും ഇതേപോലത്തെ ഒരു നിലപാടല്ലേ എടുക്കേണ്ടത്. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് നമ്മൾ ചോദ്യം ചോദിച്ചാൽ മറ്റുള്ളവരുടെ മുന്നിൽ എനിക്കിതിനെപ്പറ്റി അറിയില്ല എന്ന് തോന്നുമോ എന്ന് വിചാരിച്ച് ഞാൻ ചോദ്യം ചോദിക്കാതിരുന്നു. പക്ഷെ എത്രമാത്രം നമ്മൾ ചോദ്യം ചോദിക്കാതിരിക്കുന്നുവോ അത്രമാത്രം ആ വിഷയത്തെക്കുറിച്ച് അജ്ഞതയുള്ളവരായി നമ്മൾ മാറും. എത്രമാത്രം വിഡ്ഢിത്തം ഉള്ള ചോദ്യമാണെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ചോദിച്ച് ആ വിഷയത്തെക്കുറിച്ച് ഒരു നല്ല വിവരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കാലാകാലത്തും ആ വിഷയത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വിജ്ഞാനമുള്ളവനായി നമ്മൾ മാറുകയും ചെയ്യും. അതുകൊണ്ട് ചോദ്യം എവിടെ വെച്ച് ചോദിക്കാനും, അപ്പൊ മറ്റുള്ളവൻ എൻ്റെ ഒരു നിലവാരത്തെക്കുറിച്ച് അളക്കുമോ എന്ന് നോക്കാതെ ചോദിക്കേണ്ട വിഡ്ഢിത്തമായാലും അത് ചോദിക്കുക. അതിന് മറുപടി കിട്ടുമ്പോൾ നമ്മളെ മാത്രമല്ല, തൊട്ടടുത്ത് കളിയാക്കിയവനുണ്ടല്ലോ അവനും ചില വിവരം കിട്ടുന്നുണ്ടോ, കാരണം അവനും ഇത് അറിയില്ല. പക്ഷെ അവന് വിവരമുണ്ട് എന്നുള്ള രീതിയിൽ നിൽക്കും. ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് വെറുതെ വിവരമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ശ്വാസം മുറിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. ഒന്ന് കൊത്തി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഒന്നും ഒരു വിവരവും ഇല്ല. ഈ ചാനലൊക്കെ വന്നപ്പോഴാണ് അത് മനസ്സിലായത്. കാരണം ചാനലിൽ വന്നാൽ അപ്പപ്പൻ ചോദ്യം ചോദിക്കുകയും മറുപടി പറയുകയും ചെയ്തപ്പോൾ പല രാഷ്ട്രീയ നേതാക്കളും ഈ ചാനൽ വന്ന ശേഷം ഇല്ലാതായിപ്പോയി. കുറെ ആൾക്കാർ ഈ ചാനൽ കാരണം ഉണ്ടായ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കുറെ ആൾക്കാർ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഇല്ലാതായിപ്പോയി. അതേസമയം കുറെ ആൾക്കാർ രാഷ്ട്രീയത്തിലേക്ക് വന്നു ശക്തമായി. കാരണം ഇവർ മിണ്ടാതെ നടന്നെങ്കിലും ഇവർ ഇത്രയും വിവരമുള്ളവരായിരുന്നു എന്ന് ബോധ്യപ്പെടുന്ന അവസ്ഥകളുണ്ടായി. അതുകൊണ്ട് നമ്മൾ ചോദിക്കുക, പറയുക. ഈ കോളേജുകളിലൊക്കെ വൈവാവോസി എന്ന് പറയുന്ന ഒരു എക്സാം എന്തുകൊണ്ടാണ് വെക്കുന്നത്? നമ്മൾ ഒരു റിട്ടേൺ ടെസ്റ്റ് ആണെങ്കിൽ നമുക്കൊരു 4-5 ക്വസ്റ്റ്യൻ അറിയാതെ വന്നു കഴിഞ്ഞാൽ നറുക്കിട്ട് നമ്മൾ എടുത്ത ചിലപ്പോൾ 2 essay നമ്മൾ പഠിച്ചു, 10 essay. ആ 2 essay വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ ആൾക്കാരെന്താ വിചാരിക്കുക, 100-ൽ 100 മാർക്കുണ്ട്, ഭയങ്കര വിവരമാണ്, പക്ഷെ എനിക്ക് ബാക്കി 8 essay അറിയില്ല. അപ്പോൾ വൈവാവോസി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനാണ്.
അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്തിട്ട് ഈ ടീച്ചർ ചോദിക്കും. അപ്പം ആ ടീച്ചർക്ക് ഒരു കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇവൻ എല്ലാ വിഷയത്തെക്കുറിച്ചും ധാരണയുണ്ടോ എന്ന് അറിയുന്നതിനാണ് ഈ വൈവാ ഓസി എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ചോദിക്കുന്ന സമയത്ത് അറിയാം ഇവൻ എത്ര വിവരമുണ്ട്. അപ്പം ആ രീതിയിൽ നമുക്ക് ഒരു ഇൻട്രാക്ഷൻ ആവാം. ആ ഇൻട്രാക്ഷന് ശേഷം ചില കല്യാണങ്ങൾക്കൊക്കെ പോകാനുണ്ട്. എങ്കിലും അശബ്ദങ്ങൾ വിളിച്ചു നിങ്ങളുടെ ഇടയിൽ. അതെ, അത് ശരിയാണ്, സത്യമാണ്. അത് ഈ പറഞ്ഞത് ശരിയാണ്. നമ്മളിപ്പോൾ മൊത്തം ജീവിതം, എൻ്റെ ജീവിതത്തിൽ മൊത്തം എടുത്ത് നോക്കിയാൽ നിന്റെ യുവത്വം, നിന്റെ ഇതൊക്കെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ കുറെ കല്യാണത്തിനും പോയിട്ടുണ്ട്, കുറെ വീട് കൂടലിനും പോയി. അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് നമ്മൾ ശരിയാണ്, അത് ലീസ്റ്റ് പ്രയോറിറ്റിയിലേക്ക് പോകണം. നമ്മുടെ വായന, നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കൽ, ഇതൊക്കെ തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ഉണ്ടാവുന്നത്. ഏതായാലും ഈ പ്രയോറിറ്റി കഴിഞ്ഞിട്ടേ ബാക്കി ഏത് പ്രയോറിറ്റി എന്ന് ഞാൻ എടുക്കുന്നു. ഒരു മണിക്കീനാവിൻ്റെ പൊന്നിൻ ചിലം തോലി കേട്ടുണർന്നു. മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന, മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമൊട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ, ഒരുങ്ങാതിരുന്നപ്പോൾ, ഓർക്കാതിരുന്നപ്പോൾ, ഒരുങ്ങാതിരുന്നപ്പോൾ, ഓമനെ നീ എൻ്റെ അരികിൽ വന്നു, ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കേനാവിൻ്റെ വാർഡ് മെമ്പർ എന്ന് വർത്തനം ഇത് കഴിഞ്ഞിട്ട് വരക്കാം. ഇങ്ങോട്ട് പോര്, ഇങ്ങോട്ട് പോര്, ഇങ്ങോട്ട് പോര്. മീഡിയക്കാണ് പ്രാധാന്യം കൊടുക്കണ്ടേ? എനിക്ക് ആ വശണ്ടാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ ആളാ. എന്റെ ചിത്രം കൂടെ ഇപ്പുറം വരച്ചതാണ്. സ്ഥലം ഉണ്ടല്ലോ, അല്ല എല്ലാവർക്കും കാണാലോ. ഒരാവശ്യം കഴിക്കാറില്ല. പാട്ട് പാടണം. മധുവർണ്ണ മധുനിലാപ്പൂമോളല്ലേ മധുരപ്പാതി നീരിൽ ലെങ്കി മാറിയോളെ. അധികം നിൽക്കുന്നില്ല, കുറച്ചു കാലം നിൽക്കും, പിന്നെ അതങ്ങ് പോകും. പക്ഷെ പഴയ പാട്ടുകൾ
പ്രത്യേകിച്ച് മോയിൻകുട്ടി വൈദ്യരൊക്കെ രചിച്ചിട്ടുള്ള മാപ്പിളപ്പാട്ടുകൾ ഇന്നും മനസ്സിൽ നിൽക്കാനുള്ള കാരണം അതിൻ്റെ ഭാഷ, അതിൻ്റെ നിയമം അതൊക്കെ നിലനിൽക്കുന്നുണ്ടാണ്. ചിലർക്ക് രോഗം വരുമ്പോൾ ദുഃഖം തോന്നാറുണ്ട്. സാറിന് ഷുഗർ വന്നപ്പോൾ അങ്ങനെ വളരെ നന്ദി.